വയനാട് വെള്ളാരംകുന്നിൽ 9 പേർക്ക് പരിക്കേറ്റ വാഹനാപകടത്തിന്റെ CCTV ദൃശ്യം ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നു. ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുതവരൻ ജെൻസൺ ഉൾപ്പെടെയാണ് ഗുരുതരമായി ഈ അപകടത്തിൽ പരിക്കേറ്റത്. ആ അപകട ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ അപകടം നടന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുകയാണ് ഈ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഒപ്പം മറ്റു വിവരങ്ങൾ. സ്വകാര്യ ബസ്സിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പ്രവിത പ്രജിൻ, ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. കോഴിക്കോട് കൽപ്പറ്റ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സും ഒമ്നി വാനും തമ്മിൽ കൂട്ടി ഇടിക്കുകയായിരുന്നു. വെള്ളാരംകുന്ന് എന്ന് പറയുന്ന കൽപ്പറ്റയിൽ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള വെള്ളാരംകുന്നിലാണ് ഈ അപകടം ഉണ്ടായത്. കിൻഫ്ര വളവ് എന്ന് പറയുന്ന ഒരു അപകടകരമായ വളവുണ്ട്, അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചുരൽമല ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട, അതായത് സഹോദരിയെയും മാതാപിതാക്കളെയും എല്ലാം തന്നെ നഷ്ടപ്പെട്ട 9 പേരാണ് ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചത്. 9 പേരാണ് അപകടത്തിന് ഇരയായത്. ഇതേ തുടർന്ന് ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായിരുന്നു. ജെൻസൺ എന്ന് പറയുന്ന യുവാവുമായാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത്. ആ ജെൻസൺ ഒപ്പം ഉള്ള, അതായത് ഈ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ ജെൻസൺ തയ്യാറായി എന്നുള്ളതാണ്. ഇതിനു ശേഷം ഇവർ ഇതിന്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുന്ന ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് അറിയുന്നത്. ജെൻസന് ഗുരുതരമായ രീതിയിലുള്ള പരിക്കുണ്ട്. കൽപ്പറ്റയിലെ ലിയോ ഹോസ്പിറ്റൽ ആദ്യം എത്തിച്ചു. അതിനുശേഷം മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് ജെൻസനെ മാറ്റി. ശ്രുതിയുടെ നില അത്ര കണ്ട് അപകടകരമല്ല, കാലിന് പരിക്കുണ്ട്. ഇവരുൾപ്പെടെ ഇവരുടെ ബന്ധുക്കളടക്കം 9 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ മാധവി, രത്നമ്മ, ലാവണ്യ, കുമാർ, ആര്യ, അനിൽകുമാർ, അനൂപ് എന്നിവരാണ് ഈ പരിക്കേറ്റ മറ്റുള്ളവർ. ഈ ജെൻസൺ ഒഴികെ ബാക്കി എല്ലാവരുടെയും നില അത്ര കണ്ട് വലിയ പ്രശ്നമുള്ള രീതിയിലല്ല. പക്ഷേ ജെൻസന്റെ നില അല്പം ഗുരുതരം എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അപകടമാണ് ഉണ്ടായത്. ഈ അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാകുന്ന വിധത്തിലുള്ള ആ കൂട്ടിയിടി കൃത്യമായ രീതിയിൽ തന്നെ ഈ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നുവരിക അത് കാണാൻ കഴിയുന്നുണ്ട്. എത്രമാത്രം വലിയ അപകടമാണ് ഉണ്ടായത് എന്നുള്ളത് അത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പ്രവീൺ പ്രജിത. സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ ശ്രുതിയുടെയും ജെൻസണിന്റെയും കാര്യം നമ്മൾ അവിടെ മേപ്പാടിയിൽ പോയപ്പോൾ അവിടെ കണ്ടതാണ്. അതെ, മാത്രമല്ല ശ്രുതിക്ക് മറ്റാരുമില്ല. അപകടത്തിൽ, ആ ദുരന്തത്തിൽ, ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ശ്രുതിയുടെ കുടുംബാംഗങ്ങളെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെട്ടതാണ്. ആ സമയത്ത് കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കല്യാണം നടക്കാൻ സാധിച്ചില്ല. പക്ഷേ ആ പ്രതിഷ്ഠിത വരൻ ജെൻസൺ ശ്രുതിയെ ഒപ്പം ചേർക്കുകയായിരുന്നു, ഒപ്പം കൂട്ടുകയായിരുന്നു. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ജെൻസന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ സങ്കട വാർത്ത തന്നെയാണ്. എന്തായാലും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.